മടങ്ങി വരുമ്പോൾ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഇത്തവണ ഉറപ്പായും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നാണ് അമിത്ഷായുടെ ആത്മവിശ്വാസം. അദ്ദേഹം ന്യൂസ് 18നോട് ഇന്നലെ വ്യക്തമാക്കുന്നത് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ബിജെപി നേടും, 400 സീറ്റ് നേടി ഭരണ തുടർച്ച ഉറപ്പെന്നും അമിത്ഷാ ആവർത്തിക്കുന്നു. യു പിയിൽ 5 മുതൽ 7 വരെ സീറ്റുകൾ അധികമായി നേടും, പശ്ചിമ ബംഗാളിൽ ചുരുങ്ങിയത് 30 സീറ്റ് നേടുമെന്നും നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അമിത്ഷാ വ്യക്തമാക്കി. कुल मिला के कितनी सीटें, क्या केरला तमिलनाडु में खाता खुलेगा? हम बहुत अच्छा चुनाव लड़े हैं जी, खाता तो निश्चित रूप से खुलेगा, परंतु सीटों का अनुमान लगाना वहाँ इसलिए दिक्कत है कि बड़ी कांटे की टक्कर हुई है. पर दोनों प्रदेशों में, मतलब तमिलनाडु में भी खुलेगा, केरला में भी खुलेगा. അതാണ് അദ്ദേഹം കേരളത്തിലും തമിഴ്നാട്ടിലും ഉറപ്പായി ഇത്തവണ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അമിത്ഷാ പങ്കുവയ്ക്കുന്നത്. അതേസമയം അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കാൻ ഗാന്ധി കുടുംബത്തിന് ആത്മവിശ്വാസമില്ലെന്നാണ് അമിത്ഷായുടെ വിമർശനം. രാഹുൽ ഗാന്ധി നുണ പറയുകയാണെന്നും തരം താണ പ്രചരണമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. राहुल गांधी और प्रियंका गांधी जी का कभी हाँ कभी ना, कभी लड़ रहे हैं कभी नहीं लड़ रहे हैं, अभी कुछ सुनने में आ रहा है कि शायद अब नहीं लड़ रहे हैं, इसको कैसे देखते हैं आप? देखिए, ये लोग आत्मविश्वास गवा बैठे, अपनी पुश्तैनी सीट से भी लड़ने का आत्मविश्वास नहीं है. अगर नहीं लड़ना था तो इतने समय तक सीट क्यों पेंडिंग रखी? किसी कार्यकर्ता को दे देते तो कम से कम वो जनसंपर्क तो कर सकता था. ये कंफ्यूजन जो है कहीं न कहीं लैक ऑफ सेल्फ कॉन्फिडेंस को दिखाता है. യെസ്, കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നു. കിരൺ, വളരെ പ്രധാനപ്പെട്ട അഭിമുഖമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകുന്നത്. ബിജെപിയുടെ ദക്ഷിണേന്ത്യയിലെ മുന്നേറ്റം വലിയ രീതിയിൽ ഉണ്ടാകുമെന്ന് ബിജെപി അവകാശപ്പെടുന്നു. അമിത്ഷാ വാക്കുകളിലുണ്ട്. ഒപ്പം 400 സീറ്റുകൾ നേടുമെന്നും അദ്ദേഹം പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു 3 ഫേസ് പിന്നിട്ട് കഴിഞ്ഞു. അപ്പോഴും ഈ ആത്മവിശ്വാസം ബിജെപി പിന്തുടരുമെന്നുണ്ടെങ്കിൽ അമിത്ഷാ എന്തുകൊണ്ടാണ് ഈ ആത്മവിശ്വാസം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതിന് കാരണം? സജിത്തെ, അമിത്ഷായുടെ ഇന്റർവ്യൂവിൽ അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ ബിജെപി വലിയ വിജയം നേടുമെന്നുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാരണം, കഴിഞ്ഞ രണ്ട് തവണയും ബിജെപിക്ക് എൻഡിഎക്ക് അധികാരം ലഭിച്ചെങ്കിലും ദക്ഷിണേന്ത്യയിൽ അങ്ങനെ ഒരു ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിരുന്നില്ല. 130 സീറ്റുകളിൽ 30 സീറ്റുകളിൽ മാത്രമാണ് ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ആ 30 സീറ്റുകൾ തന്നെ അതിൽ 25 സീറ്റും കർണാടകയിൽ നിന്ന് മാത്രം ഉള്ളതായിരുന്നു. ബാക്കി കേരളം, തമിഴ്നാട് അടക്കമുള്ള, ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞിരുന്നില്ല. തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് മറ്റ് സീറ്റുകൾ ബിജെപിക്ക് നേടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ബിജെപിക്ക് ദക്ഷിണേന്ത്യ ഒരു ബാലികേറ മലയായി തന്നെ തുടരുകയായിരുന്നു. കർണാടകയിൽ ഇത്തവണ കോൺഗ്രസിന്റെ ഭരണമാണ്. അതുകൊണ്ട് അവിടെ സീറ്റ് കുറയാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ നേതൃത്വത്തിൽ വളരെ നേരത്തെ തന്നെ വ്യാപകമായ പ്രചരണ പരിപാടികൾ നടത്തിയിരുന്നു. അതിന് ഒരു പരിധിവരെ ഫലം കാണും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടിയാണ് അമിത്ഷാ പ്രകടിപ്പിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ, കേരളത്തിലടക്കം അക്കൗണ്ട് തുറക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടുകൂടി ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും വലിയ വിജയം നേടുമെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം, കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലെല്ലാം ബിജെപി അക്കൗണ്ട് തുറക്കാനും കൂടുതൽ എണ്ണം വർദ്ധിപ്പിക്കാനും വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ കഴിഞ്ഞ തവണ 25 നേടുന്നെങ്കിൽ ഇത്തവണ അത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് ബിജെപി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ ഫലം ഉണ്ടാകുമെന്നും കഴിഞ്ഞ തവണ ബിജെപിക്ക് ദക്ഷിണേന്ത്യയിലുണ്ടായ വലിയ ഇടിവ് അല്ലെങ്കിൽ സീറ്റെണ്ണത്തിലുണ്ടായ വലിയ കുറവ് ഇക്കുറി ഉണ്ടാവില്ല, കോൺഗ്രസിനെ ഇക്കുറി ദക്ഷിണേന്ത്യയിൽ ബിജെപി മറികടക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. കിരൺ, ഇതിനപ്പുറത്തേക്ക് അമിത്ഷാ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പങ്കുവെക്കുന്നത് ഈ CAA നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആത്മവിശ്വാസവും കൂടിയുണ്ടല്ലോ. അതായത് ഈ CAA പൗരത്വ ഭേദഗതി നിയമം തെരഞ്ഞെടുപ്പിൽ മുഖ്യ ആയുധം തന്നെയാണ് എന്നുകൂടി അദ്ദേഹം ആവർത്തിക്കുകയല്ലേ ചെയ്യുന്നത്?
സജിത്ത, അങ്ങനെ തന്നെയാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ മുഖ്യ ആയുധമായി തന്നെയാണ് BJP അവതരിപ്പിക്കുന്നത്. BJP സർക്കാരിന്റെ ഒരു ഭരണ നേട്ടം എന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. പ്രധാനമായും ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ, കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ഈ പൗരത്വ ഭേദഗതിയിൽ മുസ്ലിം വിഭാഗത്തെ ഒഴിച്ചു നിർത്തുമെന്നുള്ളത് വലിയ പ്രചരണ ആയുധമാക്കുമ്പോൾ അതിനെ പോസിറ്റീവായി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രചരണത്തെ BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമമായി കണ്ടുകൊണ്ട് തന്നെയാണ് BJP പ്രചരണം നടത്തുന്നത്. അദ്ദേഹം ഒന്നുകൂടി കടത്തി പറയുന്നുണ്ട്, പൗരത്വ ഭേദഗതി നിയമപ്രകാരമുള്ള ആദ്യ പൗരത്വം നൽകുന്നത് അത് ഈ മാസം തന്നെ ഉണ്ടാവും എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ നടപ്പാക്കും, അതിന്റെ പ്രായോഗികമായ തലത്തിലേക്ക് നടപ്പാക്കും എന്നതുകൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നത്. എന്തായാലും ആ തീരുമാനവുമായി, പൗരത്വ ഭേദഗതി നിയമവുമായി മുന്നോട്ട് പോകാനും അത് സർക്കാരിന്റെ ഭരണ നേട്ടമായി തന്നെ ചിത്രീകരിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭേദഗതി നിയമം നടപ്പാക്കുക മാത്രമല്ല, നിയമം അനുസരിച്ചുള്ള പൗരത്വം നൽകുന്നത്, ആദ്യ ആളിനുള്ള പൗരത്വം നൽകുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നൽകും എന്നതുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നത്. ഈ പൗരത്വ ഭേദഗതിയിൽ അദ്ദേഹം പ്രതികരണം നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നു പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് അദ്ദേഹം ഇത്തരം പ്രസ്താവന നടത്തുന്നത്. സ്വാഭാവികമായും ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സ്റ്റേറ്റുകളുടെ പൊതു സാഹചര്യങ്ങളോട് കൂടി ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയം ഈ അമിത്ഷാ മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ കൂടി ഉണ്ടാവും അല്ലേ കിരൺ? സജിത്ത് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെയല്ല, ബംഗാളിനെ സംബന്ധിച്ച് മുസ്ലിം പോപ്പുലേഷൻ നിർണായകമായ ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ ബംഗാളിലെ മുസ്ലിം വോട്ടിൽ പ്രധാനമായും തൃണമൂൽ കോൺഗ്രസിനും ലെഫ്റ്റിലേക്കും കോൺഗ്രസിലേക്കും അങ്ങനെ 3 പാർട്ടികളിലേക്ക് സ്പ്ലിറ്റ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ മുസ്ലിം പോപ്പുലേഷനിലെ വോട്ട് BJP പ്രതീക്ഷിക്കുന്നുമില്ല. അതിനപ്പുറത്തേക്ക് എതിർ വിഭാഗത്തെ, അങ്ങനെ ഒരു എതിർ ചേരിയിലേക്ക് ഉള്ള വോട്ടിന്റെ ഒരു ശേഖരണം, അതിന്റെ ഒരു ക്രോഡീകരണം, ഒരു ഹിന്ദു വോട്ടിന്റെ അടക്കം ഒരു ക്രോഡീകരണം ഉണ്ടാകുന്നതിന് ഈ പൗരത്വ ഭേദഗതി നിയമം സജീവമായി ചർച്ചയായി നിൽക്കുന്നത് BJPക്ക് ഗുണം ചെയ്യും എന്നുള്ള നിലപാടിൽ തന്നെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു പ്രസ്താവന ആവർത്തിച്ച് പറയുന്നതും. ഈ തവണ ബംഗാളിൽ 30 സീറ്റ് വരെ നേടാൻ കഴിയും. മമതാ ബാനർജി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അടക്കം വൻ വിജയം നേടിയ ബംഗാളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. അത് ഇക്കുറി വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം കൂടിയാണ് BJP പ്രകടിപ്പിക്കുന്നത്. 18 സീറ്റുകളിൽ നിന്ന് അത് 30 സീറ്റുകൾ വരെ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. അവിടെ പൗരത്വ ഭേദഗതി നിയമം സ്വാഭാവികമായും ചർച്ചയാവുകയും അത് സജീവ വിഷയമാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയും മമതാ ബാനർജി ആയാലും കോൺഗ്രസ് ആയാലും അതോടൊപ്പം തന്നെ ഇടതു പാർട്ടികളായാലും ആ വിഷയം സജീവം ഉന്നയിക്കുമ്പോൾ അതിന് മറുവശത്ത് വരുന്ന ചേരിയുടെ ഒരു വോട്ടിംഗുകളുടെ ഒരു ഏകീകരണം അത് BJPക്ക് അനുകൂലമായി ഉണ്ടാകുമെന്നും, അങ്ങനെ ഒരു BJPക്ക് അനുകൂലമായി ഏകീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ തോതിൽ BJPയെ ബംഗാൾ സഹായിക്കും എന്നതുകൂടി BJP കണക്കുകൂട്ടുന്നുണ്ടാവണം. അതോടൊപ്പം തന്നെ ഇനി പ്രധാനമായും തെരഞ്ഞെടുപ്പുകൾ നടക്കാനുള്ളതൊക്കെയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് പോലും കാര്യമായ രീതിയിലേക്ക് പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ചുള്ള എതിർപ്പുകൾ ഇപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉയർത്തുന്ന രീതിയിലേക്കുള്ള എതിർപ്പുകൾ അങ്ങനെ ഉയർത്തുന്നില്ല. കാരണം അവിടെയൊക്കെ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം മത ന്യൂനപക്ഷത്തിൽ നിന്നുള്ള വോട്ടുകളുടെ എണ്ണത്തിലെ ഉള്ള കുറവ് കൂടി കണക്കിലെടുത്താണ് പൂർണ്ണമായും അത് ഹിന്ദു വോട്ട് ബേസിനടക്കം ഇടിവ് സംഭവിക്കുമെന്നുള്ള ആശങ്ക കോൺഗ്രസിനടക്കമുണ്ട്. അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട പ്രചരണ ആയുധമായി അല്ലെങ്കിൽ പ്രചരണ വിഷയമായി കോൺഗ്രസ് അടക്കം എടുക്കുന്നില്ല. ഇതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ആ വിഷയം സജീവമായി ചർച്ചയാക്കി നിർത്തിക്കഴിഞ്ഞാൽ അതിന് ഗുണം സ്വാഭാവികമായും ഉണ്ടാവുക BJPക്കാണ് എന്നതുകൂടി കണക്കൂട്ടിയാവണം ആഭ്യന്തരമന്ത്രി ആ വിഷയം ആവർത്തിച്ച് പറയുന്നത്. വരും ഈ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗിലേക്ക് ഈ വിഷയത്തെ അടക്കം ചർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇത് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുകൂടി നമുക്ക് രാഷ്ട്രീയമായി കാണാൻ കഴിയും. കിരൺ, ഒരു കാര്യം കൂടി, കേരളത്തിലടക്കമുള്ള വേദികളിൽ വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പറഞ്ഞത് 400+ 400-ലധികം സീറ്റുകൾ എന്നതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ 3 ഫേസൊക്കെ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ പഴയ അവകാശവാദത്തിലേക്ക് BJP വരുന്നില്ല. കാരണം 400 സീറ്റ് എന്തായാലും BJPക്ക് നേടാൻ കഴിയില്ല. ഇന്ത്യ മുന്നണി അപ്രതീക്ഷിതമായ ചില തിരിച്ചുവരവ് പലയിടങ്ങളിലും നടത്തിയിട്ടുണ്ട്, വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്ന തരത്തിൽ കോൺഗ്രസ് ഒക്കെ വിലയിരുത്തുകയും പൊതുവിൽ രാഷ്ട്രീയ വിശകലനമൊക്കെ ആ തരത്തിൽ നടക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് അമിത്ഷാ വീണ്ടും അവകാശപ്പെടുന്നത് 400+ എന്ന ഒരു പ്രഖ്യാപനം. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണുന്ന ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് തന്നെ തങ്ങൾ 400 സീറ്റ് കടന്നിരിക്കുമെന്ന വലിയൊരു അവകാശവാദം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. സജിത്തെ, മറ്റ് കാര്യങ്ങൾ പറഞ്ഞതെല്ലാം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ആ വിഷയങ്ങളൊക്കെ ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായും CAയുടെ വിഷയമായാലും അതെല്ലാം ചർച്ചയാകുമ്പോൾ BJPക്ക് അതനുസരിച്ചുള്ള ഗുണം ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഉത്തരേന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ എണ്ണത്തിന്റെ വിഷയം സംബന്ധിച്ച് നേരത്തെ തുടക്കത്തിലാണ് പറഞ്ഞത് 370 സീറ്റുകൾ, ആർട്ടിക്കിൾ 370മായി ബന്ധപ്പെടുത്തി 370 സീറ്റുകൾ BJP ഒറ്റയ്ക്ക് നേടും. BJP മുന്നണി, NDA മുന്നണി 400 സീറ്റ് മറികടക്കുമെന്ന് ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പാർലമെന്റ് അവസാന സമ്മേളനത്തിൽ
പറഞ്ഞത്. അതിനുശേഷം BJP ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു 400 സീറ്റ് 400+ സീറ്റ് എന്നുള്ളത്. പക്ഷേ ആദ്യഘട്ട 1-2 ഘട്ട തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതോടുകൂടി BJPയുടെ 400 സീറ്റ് എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണെന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകൾ, അതിപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിനപ്പുറത്തേക്ക് അത്തരത്തിലേക്കുള്ള വിലയിരുത്തലുകളൊക്കെ വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെതായാലും തമിഴ്നാടിൻ്റെതായാലും കർണാടകയുടെ ഒക്കെ ആയാലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. കേരളവും തമിഴ്നാടും പൂർണ്ണമായും തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം പൂർത്തിയാവുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഇനി 400 കടക്കുക എന്നുള്ളത് പ്രയാസമാണ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തോടുകൂടി തന്നെ അത് പറയുക, ഇനിയും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ BJP വലിയ പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പാണ് ഇനി വരാനുള്ളത്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വോട്ടെടുപ്പ് ഇനി വരുന്ന ദിവസങ്ങളിലാണ് നടക്കേണ്ടിയുള്ളത്. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളൊക്കെ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പ്രധാന സീറ്റുകളിലെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ പൂർണ്ണമായും അത്തരമൊരു ആത്മവിശ്വാസത്തിലേക്ക് ഒരു കാരണവശാലും ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ BJPക്കോ NDAക്കോ വെല്ലുവിളി ആവില്ല എന്നത് തെളിയിക്കേണ്ടത് കൂടി ആ മുന്നണിയെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയ്ക്ക് ആ നിലയ്ക്ക് കൂടിയാവണം അദ്ദേഹം അത്തരത്തിലേക്ക് ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. അത്തരത്തിനെ നമുക്ക് അതിനെ മറ്റ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിൽ അങ്ങനെ അതിന് കാര്യമായ കാര്യമുണ്ടാവില്ല. സാധാരണഗതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എപ്പോഴും പരാജയപ്പെടുമെന്ന് അറിയുന്ന ഘട്ടത്തിൽ പോലും അവരടക്കം വിജയം 100% ഉറപ്പ് എന്ന മട്ടിലാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രതികരിക്കുക. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത്തരത്തിലൊരു പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ മറ്റു തരത്തിൽ നേട്ടമുണ്ടാക്കുമോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ പ്രസ്താവന എന്ന് നമുക്ക് തൽക്കാലം വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, കോൺഗ്രസിന്റെ ഒരു സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. റായ്ബറേലിയിലും അമേഠിയിലും ആരാവും സ്ഥാനാർത്ഥി എന്നത് ഇന്നത്തെ ഒരു ദിവസം അത് സംബന്ധിച്ച് വളരെ നിർണായകവുമാണ്. രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ സഹോദരി പ്രിയങ്ക ഗാന്ധിയോ ഇരു മണ്ഡലങ്ങളിലും വരുമോ, ഗാന്ധി കുടുംബത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ തന്നെയല്ലേ അവിടെ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇതിനിടയിലാണ് അമിത്ഷായുടെ വാക്കുകൾക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടാവുന്നത്. കാരണം ഈ സീറ്റുകളിൽ നിന്നും ഗാന്ധി കുടുംബം ഒളിച്ചോടുന്നു എന്ന ആക്ഷേപം ഉണ്ടാവുന്നത്. കോൺഗ്രസ് ക്യാമ്പിന്റെ ആലോചനകൾ ഏത് തരത്തിലാണ് കിരൺ നടക്കുന്നത്? ഇന്ന് ഈ സീറ്റുകളിലെ പ്രഖ്യാപനത്തിലെ സസ്പെൻസിൽ കോൺഗ്രസ് നടത്തുന്ന ആലോചനകൾ അതെങ്ങനെയാണ്? സജിത, ഇന്ന് കോൺഗ്രസിന് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയാൽ മതിയാവൂ. ഇനി സസ്പെൻസിന് വേണ്ടി മാറ്റിവെച്ചതായാലും അല്ലെങ്കിൽ കോൺഗ്രസ് മറ്റേതെങ്കിലും പ്രതിസന്ധിയിൽപ്പെട്ട് മാറ്റിവെച്ചതായാലും എന്തായാലും ഇന്ന് തീരുമാനം പ്രഖ്യാപിച്ചേ മതിയാവൂ. കാരണം നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഏറ്റവും അവസാനത്തെ ദിവസം. അതുകൊണ്ട് തന്നെ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേ കഴിയൂ. അങ്ങനെ നാളെ സമർപ്പിക്കണമെങ്കിൽ സ്ഥാനാർത്ഥി ആരെന്ന് ഇന്നെങ്കിലും പ്രഖ്യാപിക്കേണ്ടതുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിൽ വിജയസാധ്യത ഏറ്റവും ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന 2 സീറ്റുകളാണുള്ളത്. ഒന്ന് റായ്ബറേലിയും മറ്റൊന്ന് അമേത്തിയുമാണ്. റായ്ബറേലിയിൽ കഴിഞ്ഞ തുടർച്ചയായി തന്നെ കോൺഗ്രസ് സോണിയാഗാന്ധി വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. സോണിയാഗാന്ധി ഇത്തവണ രാജ്യസഭയിലേക്ക് മാറുകയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറിയപ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു തന്റെ കുടുംബത്തെ ഇനിയും സഹായിക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചാണ് മാറിയത്. മറ്റൊന്ന് അമേഠിയിൽ സീറ്റാണ്. അമേഠിയിൽ കഴിഞ്ഞ തവണ മാത്രമാണ് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടത്. അതിനു മുമ്പ് തുടർച്ചയായി രാഹുൽ ഗാന്ധി 3 തവണ വിജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ 2 മണ്ഡലങ്ങൾ തന്നെയാണ്. ഉത്തർപ്രദേശിലെ 80 സീറ്റുകൾ 17 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ബാക്കി സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിൽ മത്സരിക്കുമ്പോൾ ഈ 17 സീറ്റുകളിൽ അടക്കം ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് വിജയസാധ്യത ഉണ്ട് എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന 2 സീറ്റുകൾ റായ്ബറേലിയും അമേഠിയുമാണ്. ഈ 2 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനം ആര് എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അവിടുത്തെ വിജയം ഉറപ്പാക്കാൻ കഴിയും. പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ അത് വ്യക്തമാണ്. കോൺഗ്രസിന് സ്വാധീനമുള്ള കോൺഗ്രസ് ആരെ മത്സരിപ്പിച്ചാലും വിജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് അല്ല ഈ റായ്ബറേലി ആയാലും അമേഠി ആയാലും. റായ്ബറേലിയിലോ അമേഠിയിലോ ഏതെങ്കിലും സ്ഥലത്ത് നിയമസഭാ മത്സരങ്ങളിലെല്ലാം തന്നെ റായ്ബറേലിയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളുള്ളതിൽ 3 SP സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. SP-യുടെ MLA-മാരുള്ളത്, 2 BJP-യുടെ MLA-മാരുള്ളത്. അമേഠിയിലാണെങ്കിൽ 3 BJP MLA-മാരും 2 സമാജ്വാദി പാർട്ടി MLA-മാരും ഉള്ളത്. അതായത് റായ്ബറേലിയിലോ അമേഠിയിലോ കോൺഗ്രസിനെ സംബന്ധിച്ച് ആ തരത്തിലേക്ക് ഒരു വലിയ സ്വാധീനം ഈ 2 മണ്ഡലങ്ങളിലും പാർട്ടി എന്ന നിലയ്ക്കില്ല. പക്ഷേ പാർട്ടി ഏതായാലും അതിനപ്പുറത്തേക്ക് നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാളാണ് മത്സരിക്കുന്നതെങ്കിൽ ആ മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വോട്ടും കോൺഗ്രസിന് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലോ ലഭിക്കുന്ന വോട്ടുമായി ഒരു തരത്തിലും താരതമ്യപ്പെടുത്താൻ കഴിയില്ല. അത്തരത്തിലേക്കുള്ള വലിയ വ്യത്യാസമുണ്ട്. ഈവൻ സോണിയാഗാന്ധി വന്ന് അവിടെ മത്സരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അതിന് തൊട്ടു മുമ്പ് കോൺഗ്രസിന് 20,000 വോട്ടിന് മാത്രം ഭൂരിപക്ഷമാണ് ലഭിച്ചെങ്കിൽ സോണിയാഗാന്ധി 99 മത്സരത്തിലേക്ക് വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ 2.5 ലക്ഷം 3 ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷം ഉയരുകയാണ്. അത്തരത്തിലേക്ക് ആ കുടുംബത്തിന് ആ സ്വാധീനം, വലിയ സ്വാധീനം ഇപ്പോഴും ഉള്ള ഒരു 2 മണ്ഡലങ്ങളാണ് റായ്ബറേലിയും അമേഠിയും. അതുകൊണ്ട് തന്നെ കുടുംബത്തിനുള്ളിൽ നിന്നുള്ള 2 പേർ തന്നെ മത്സരിക്കണം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണം എന്നുള്ള ഉറച്ച നിലപാടിലാണ് നേരത്തെ തൊട്ട് തന്നെ UPCC, UP-യിലെ കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റി, അതോടൊപ്പം തന്നെ
അഖിലേഷ് യാദവും അവിടെ മുന്നണിയെ നയിക്കുന്ന SP-യുടെ നേതാവ് അഖിലേഷ് യാദവും സമാനമായ ആവശ്യം രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് ഏറ്റവും ഉറപ്പുള്ള 2 സീറ്റുകൾ, അവിടെ മറ്റു പരീക്ഷണങ്ങൾക്ക് പോകരുത്, അവിടെ നിങ്ങൾ തന്നെ മത്സരിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ആശയം മറ്റൊന്നാണ്. ഇത് കുടുംബത്തിൻ്റെതായ അങ്ങനെ 2 സീറ്റുകൾ എന്നുള്ളത് വേണ്ട, അതിന് പകരം പാർട്ടിയുടെ സീറ്റുകളാണ്, പാർട്ടി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി മത്സരിക്കുക. പക്ഷേ അതിൽ എത്രത്തോളം പ്രായോഗികത ഉണ്ട് എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ്. ആ തീരുമാനം എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഉണ്ടാകുകയും പ്രഖ്യാപനം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ്. എന്തായാലും ഉണ്ടായേ മതിയാവും. എന്തായാലും അവർ മത്സരിക്കുന്നു അല്ലെങ്കിൽ ഇല്ല എന്നുള്ള പ്രഖ്യാപനം എന്തായാലും ഇന്ന് ഉണ്ടായേ മതിയാവും. യെസ്, കിരൺ സൂചിപ്പിച്ചതാണ് സാഹചര്യം. എന്തായാലും കോൺഗ്രസ് ആ പ്രധാനപ്പെട്ട തീരുമാനം ഇന്ന് കൈക്കൊള്ളും. രാഹുൽ ഗാന്ധി വയനാടിന് പുറമെ മറ്റൊരിടത്ത് മത്സരിക്കുമോ, അമേഠിയിലോ റായ്ബറയിലോ ആ തീരുമാനമുണ്ടാകും. ഒപ്പം പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തിലും ഇന്ന് തന്നെ തീരുമാനമുണ്ടാകും. ഇതിനിടയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും പ്രതീക്ഷകളും ന്യൂസ് 18 പുറത്തുവരുന്നത്. ഇടവേളയാണ്, വേഗത്തിൽ മടങ്ങി വരാം.